ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. ഇത് നിങ്ങളുടെ കരിയർ, ബിസിനസ്, ജോബ് എല്ലാം ഇൻക്ലൂഡ് ആവും ഈ റീഡിങ്ങിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താ റെസൊനേറ്റ് ആവണം വെച്ചാൽ എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങളുടെ കരിയർ സിറ്റുവേഷൻ്റെ മുകളിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണം വെച്ചാൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ ഞാൻ പറഞ്ഞ മാതിരി എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. നിങ്ങളുടെ കരിയർ മെസ്സേജ് എന്താ പറയണമെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പം ഞാൻ 3 കാർഡ്സാണ് എടുക്കാൻ പോണത്. ഇത് 3 വേറെ വേറെ സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കരിയർ സിറ്റുവേഷൻ ഇതാണ്. രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇപ്പോൾ ഈ 3 കാർഡ്സ് 3 വേറെ വേറെ സിറ്റുവേഷൻസ് ആണ്. ഞാൻ എല്ലാം കാർഡ്സ് ഓപ്പൺ ചെയ്തിട്ട് അതെന്താണ് അതിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അത് മാച്ച് ആവുന്നുണ്ട് വെച്ചാൽ ആ മെസ്സേജ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം മാച്ച് ആവുന്നുണ്ട് വെച്ചാൽ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ആവാം. അതല്ല വെച്ചാൽ ഇതിലേതാണ് കൂടുതൽ മാച്ച് ആവണമെന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ്റെ മെസ്സേജ് എന്താ വെച്ചാൽ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാം, റിസീവ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കാർഡ് നമ്മൾക്ക് നോക്കാം. ആദ്യത്തെ കാർഡിൽ ഈ സിറ്റുവേഷൻ എന്താ പറയണേ? ഇത് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ ആണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ 5 ഓഫ് കപ്സ്. അപ്പോൾ 5 ഓഫ് കപ്സ് ആണ് വന്നിരിക്കണേ കാർഡ് നമ്പർ 1. ഇപ്പോൾ 5 ഓഫ് കപ്സിൻ്റെ എനർജി എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കരിയർ റിലേറ്റഡ് ചില റിഗ്രറ്റ്സ് ഉണ്ട്. എന്താ വെച്ചാൽ പാസ്റ്റിൽ ചില ഓപ്പർച്യൂണിറ്റീസൊക്കെ മിസ്സായിപ്പോയി, ചില സിറ്റുവേഷൻസ് മുമ്പോട്ട് പോയില്ല, നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടായില്ല. അതല്ല ചില ജോലിനെ കുറിച്ച് എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടാവാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട മാതിരി പ്രോഗ്രസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തോ ഇവിടെ റിഗ്രറ്റിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ 5 ഓഫ് കപ്സ് ഇവിടെ എന്താണ് ഈ റിഗ്രറ്റിൻ്റെ എനർജി? അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ഉണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഇതൊരു സ്ലോ മൂവിങ് എനർജിയാണ്. ഇത് ആക്ച്വലി കുറേ സ്റ്റേബിൾ എനർജിയാണ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. പക്ഷേ വേണ്ട മാതിരി പ്രോഗ്രസ് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് അത്രയില്ല. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മനസ്സിൽ അത് 2025 ആവുമ്പോഴേക്കും എനിക്ക് ഒരു വീട് വേണം, പക്ഷെ അത് ഉണ്ടായില്ല. ചില ഓപ്പർച്യൂണിറ്റീസ് വന്നു, പക്ഷെ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും വിഷമമായിരിക്കും, റിഗ്രറ്റ്സ് ആയിരിക്കാം. അതല്ല ചില ജോലി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മിസ് ഔട്ട് ആയിപ്പോയി. അപ്പോൾ 2026 ആയി നമ്മളിപ്പോൾ. അപ്പോൾ 2026 നിങ്ങളുടെ മനസ്സിൽ ആ പ്രോഗ്രസ് അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ചില റിഗ്രറ്റ്സ് ആയിരിക്കാം. പക്ഷെ നമ്മൾക്ക് നോക്കാം എന്താണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഡെത്ത് എനർജിയും ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കരിയറിൽ എന്തോ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വന്നപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അതിന് കുറേ വിഷമമുണ്ട്. എന്താ വെച്ചാൽ പാസ്റ്റിൽ നിങ്ങൾക്ക് ചില ഡിസിഷൻസ് എടുത്തുകൊണ്ടാണോ ഈ വലിയ മാറ്റം ഉണ്ടായേ, അതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി പാസ്റ്റിൻ്റെ എന്തോ കണക്ഷനിലാണ് ഇപ്പോൾ നിങ്ങളൊരു ലോസായി ഫീൽ ചെയ്യണത്. ഓക്കെ, അപ്പോൾ എന്താണ് പാസ്റ്റിൽ ഉണ്ടായെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങൾ എന്തോ എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരുന്നു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു, ജോലി സ്ഥലത്തിന് എന്തെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്ത സ്ഥലത്തിന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരും എന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അതായിരിക്കും ഈ ഡെത്ത് എനർജി ഇപ്പോൾ വന്നിരിക്കണേ. എന്തോ എൻഡിങ്ങിൻ്റെ പോലെ ഒരു എനർജിയാണ് അത്. അപ്പോൾ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്കാണ് പോവണത്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ആ പാസ്റ്റ് കാര്യങ്ങൾ ഓർത്തിട്ട് അതിൻ്റെ വിഷമമുണ്ട് മനസ്സിൽ. അപ്പോൾ എന്താണ് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോണേ?
ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവാൻ പോണേ? ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 7 of Swords ആണ്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഫ്യൂച്ചറിലും ഞാൻ ചില സാബോട്ടാജ് എനർജീസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ സാബോട്ടാജ് നിങ്ങളുടെ സൈഡിൽ നിന്നാവാം, അതല്ല വെച്ചാൽ നിങ്ങളൊരു ബിസിനസ്സിലാണ് വെച്ചാൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ എന്തോ ശരിയല്ലാത്ത എനർജി ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. ബിസിനസ് അല്ലച്ചാലും ഇത് ഒരു കോ വർക്കർ ആവാം, അതല്ലച്ചാൽ നിങ്ങൾ കൊലാബറേറ്റ് ചെയ്യണ ഒരു കമ്പനി, അവരുടെ കൂടെ എന്തോ ഒരു കാര്യം, ഒരു ബിട്രിയലിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. ബിട്രിയൽ അല്ലച്ചാലും നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം, നിങ്ങൾ അറിയാത്ത ഒരു കാര്യം നിങ്ങൾക്ക് തോന്നും അത് ഈ കമ്പനി എന്നെ ചീറ്റ് ചെയ്തു, അങ്ങനത്തെ ഒരു എനർജി ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു സിറ്റുവേഷനെ വിട്ടു പോണ എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഹാപ്പി അല്ലാത്തതുകൊണ്ട് ഒരു ജോലി, ഒരു ബിസിനസ്, ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു കൊലാബറേഷൻ എന്തോ വിട്ടു പോകണു, എന്തോ ഒരു സൈക്കിൾ നിങ്ങളുടെ കരിയറിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്കാണ് പോണത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാനൊരു പുതിയ ബിഗിനിങ് വരണത് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജിൽ നിങ്ങൾക്ക് വേണ്ടി? അൺലൈക്ലി എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ അൺലൈക്ലി പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, അതിലൊരു നോ എന്നാണ് വന്നിരിക്കണേ. ഓക്കെ, നിങ്ങൾ എന്തോ എക്സ്പെക്റ്റ് ചെയ്തത് വരാൻ പോണില്ല എന്നായിരിക്കും ഇവിടെ അൺലൈക്ലി മെസ്സേജ് വന്നിരിക്കണേ. അപ്പോൾ അതാണ് കാർഡ് നമ്പർ 1ൻ്റെ മെസ്സേജ്. ഇപ്പോൾ കാർഡ് നമ്പർ 2ലേക്ക് പോവാം. കാർഡ് നമ്പർ 2ൽ സിറ്റുവേഷൻ ഞാൻ കാണുന്നത് Ace of Swords ആണ്. അപ്പോൾ Ace of Swords ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ എന്തോ ഒരു പുതിയ മെസ്സേജ് ഇല്ലച്ചാൽ ഒരു ഓഫർ വരാൻ പോകുന്നുണ്ട്. ഇത് കുറേ ഒരു സ്റ്റാഗ്നൻറ്റ് സമയം കഴിഞ്ഞിട്ടാണ് വരണേ. അപ്പോൾ നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്താണ് ഈ പുതിയ തുടക്കം ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ അടുത്ത് ചിലവർ ജോലിക്ക് അപ്ലൈ ചെയ്തു, പക്ഷെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലായിരുന്നു വെച്ചാൽ ഇപ്പോൾ സഡൻലി നിങ്ങൾക്കൊരു ഓഫർ കിട്ടാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ Ace of Swords എന്താണ്? അതല്ല ചെയ്തൊരു ബിസിനസ് ഐഡിയ ആവാം. ഇതെന്താണ്? Page of Swords. അപ്പോൾ ഇതെന്തോ ഒരു പുതിയ എനർജിയാണ്. നിങ്ങളെന്തോ റീസേർച്ച് ചെയ്ത് ഇല്ലച്ചാൽ എന്തോ പഠിക്കണ എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. എസ്പെഷ്യലി സ്റ്റുഡൻസ്, ജസ്റ്റ് ഗ്രാജുവേറ്റ് ആയ കുട്ടികൾ, ഇല്ലച്ചാൽ ജസ്റ്റ് ഒരു എക്സാം എഴുതിച്ചു, എവിടെയോ എക്സാം എഴുതി അതിൻ്റെ എന്തോ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നിങ്ങൾ വെച്ചാൽ ഞാനിവിടെ ഒരു മെസ്സേജ് കാണുന്നുണ്ട്, ഒരു പോസിറ്റീവ് ന്യൂസ് വരുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ചിലവർ എന്തോ ഒരു പുതിയ കോഴ്സ് പഠിച്ചു ഓൺലൈൻ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ന്യൂസ്, ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. കിങ് ഓഫ് സോഡ്സ് ഇവിടെ ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ ഡിസിഷൻ എടുക്കേണ്ടി വരും. എന്തോ ഒരു ചോയ്സിൻ്റെ എനർജി ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഈ എന്തോ ചോയ്സും ഉണ്ടാക്കാണ്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസിൻ്റെ ഇടയ്ക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി വർക്കിംഗ് ആണ് വെച്ചാൽ ഒരു പുതിയ ജോലി വരണ എനർജി ആവാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ആണ് കിട്ടണത്, അത് നിങ്ങൾക്ക് ഈ പുതിയ ജോലി കിട്ടി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. എന്താ വെച്ചാൽ ഓൾഡ് ജോബ് വിടണോ, പുതിയ ജോലിക്ക് പോകണോ, എന്താണ് വേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്തോ ഒരു ചോയ്സിൻ്റെ എനർജി ഇവിടെ ഉണ്ട്. ഇവിടെ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. കുറേ ഒരു ഇമോഷണൽ എനർജിയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ കുറേ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ഒരു കമ്പനി, ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ ഒരു വിഷമമുണ്ട്. എന്താ വെച്ചാൽ അവിടെ എന്തോ ഇമോഷൻസ് കണക്റ്റഡ് ആണ്. 4 of Wands ഉണ്ട് ഇവിടെ. ചിലവർക്ക് ഇവിടെ ഞാൻ കാണുന്നത് ഫാമിലിയുടെ എന്തോ റിലേറ്റഡ് ഇവിടെ ഡിസിഷൻ ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾക്കൊരു പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്, ഇല്ലെങ്കിൽ പുതിയ സ്ഥലത്തേക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ചിലവർക്ക് ഒരു പുതിയ ജോലി വേറെ ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ ഫാമിലിയുടെ കൂടെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ വിഷമമായിരിക്കാം. അപ്പോൾ എന്താണ് പാസ്റ്റിലുണ്ടായി ഇവിടെ നമ്മൾക്ക് നോക്കാം. പാസ്റ്റിൽ ഞാൻ കാണുന്നത് 2 of Swords ആണ്. അപ്പോൾ പാസ്റ്റിലും ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇവിടെ ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. ഫിനാൻഷ്യലി കുറേ ഒരു നല്ല സമയമായിരുന്നു പാസ്റ്റിലും, പക്ഷെ നിങ്ങൾ എന്തോ ഒരു ജോലി വിട്ടു, അതല്ലച്ച ഒരു ഡിസിഷൻ എടുത്തു, എന്തോ വിടാനുള്ള ഡിസിഷൻ എടുത്തു. അപ്പോൾ നിങ്ങൾ കുറേ സമയം വരെ
മേ ബി ജോലി നോക്കുമായിരുന്നു, അതല്ല ചെറു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടോ പുതിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. ആ പുതിയ ബിഗിനിങ് ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. അത് വരുമ്പോൾ ആദ്യം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ എന്താണ് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോണേ? ഇവിടെ ഫ്യൂച്ചർ മെസ്സേജ് നിങ്ങൾക്ക് ചില ബ്ലോക്സ് ഉണ്ടാവും. തീരുമാനം എടുക്കാനുള്ള ബ്ലോക്സ് ആവാം, അതല്ല വെച്ചാൽ മുമ്പോട്ട് പോകാനുള്ള ബ്ലോക്സ് ആവാം. ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ കുറേ ഗൈഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അതല്ല ചെയ്ത് ഒരു മെൻറ്റോറിൻ്റെ എനർജി ആവാം. നിങ്ങൾ ആരുടെയോ അഡ്വൈസ് എടുക്കണോ, ഈ പേഴ്സൺ നിങ്ങളെ ഗൈഡ് ചെയ്യണോ, ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണോ. ഇവിടെ 5 of Wands ഉണ്ട്. കുറേ കോമ്പറ്റീഷൻ്റെ എനർജി കാണാണ്ട്, കുറേ കോൺഫ്ലിക്റ്റിൻ്റെ എനർജി ഉണ്ട്. പക്ഷേ ഫൈനലി ഇവിടെ ഒരു ഔട്ട്കം പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഔട്ട്കം ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഓറക്കിൾ മെസ്സേജ് പറയണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഓറക്കിൾ മെസ്സേജ് വന്നിരിക്കണേ ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഏത് ഡിസിഷൻ ചോയ്സ് എടുക്കണ മുമ്പേ കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത് നിങ്ങളോട്. അപ്പോൾ കാർഡ് നമ്പർ 3 നമ്മൾക്ക് നോക്കാം. ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ ലവേഴ്സ് ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണ്, ഒരു എന്താ പറയുക, ഒരു കൊലാബറേഷൻ്റെ എനർജിയാണ്. ലവേഴ്സ് എനർജി ജെമിനായി എനർജിയാണ്. എന്താണ് ഈ ലവേഴ്സ് എനർജി? അപ്പോൾ ഏതോ ഒരു കൊലാബറേഷൻ ഇല്ലൊരു പാർട്ട്ണർഷിപ്പിൽ ഇപ്പോൾ തൽക്കാലം ഒരു സ്റ്റോപ്പ് ആയിരിക്കണോ. ഓക്കെ, ഒന്നും മുമ്പോട്ട് പോകണില്ല. അതെന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ, മേ ബി ഈ സിറ്റുവേഷനിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ലാത്തത്. അതല്ല വെച്ചാൽ എന്തോ അവർ ഓഫർ ചെയ്യേണ്ട നിങ്ങൾക്ക്, പക്ഷെ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ എന്താണ് ഈ സിറ്റുവേഷൻ്റെ പാസ്റ്റ് നമ്മൾക്ക് നോക്കാം. ഈ സിറ്റുവേഷനിൽ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് 4 of Pentacles ആണ്. ഫിനാൻഷ്യലി കുറച്ച് പാസ്റ്റിലും നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു. ഫിനാൻഷ്യലി അത്ര പൈസ ഉണ്ടായിരുന്നില്ല ചിലവാക്കാൻ. പക്ഷേ ഇവിടെ കുറേ ഫോർവേഡ് മൂവ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട്. പാസ്റ്റിൽ കുറേ കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ഉണ്ട്, ട്രാവലിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ കുറേ സേവ് ചെയ്യാൻ നോക്കി. ഇവിടെ ഞാൻ അബണ്ടൻസിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇവിടെ ഞാൻ പാസ്റ്റിൽ കുറേ അബണ്ടൻസ് വരണത് കാണുന്നുണ്ട്. പക്ഷേ കറണ്ട് എനർജിയിൽ എന്തോ ഒരു ബ്ലോക്ക് വന്നിരിക്കണോ. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ കാരണം എന്താണ്? 4 of Wands ആണ് ഇവിടെ. ഈ 4 of Wands എന്താണ്? അപ്പോൾ ഇവിടെ ഒരു ബിട്രയലിൻ്റെ എനർജി വന്നിരിക്കണോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോ ഒരു സിറ്റുവേഷനിൽ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറേ ബിട്രേഡായി ഫീൽ ചെയ്യണോ. ഈ പേഴ്സൺ നിങ്ങളോട് എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട്, ഇല്ലച്ചാൽ എന്തോ അവർ ചെയ്തത് ശരിയല്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട് ഇവിടെ. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നമ്മൾക്ക് അറിയാൻ പറ്റുമോ? അപ്പോൾ എന്തോ ഇവിടെ ഒരു ഡിസിഷൻ എടുത്തത്, അതല്ല വെച്ചാൽ ഒരു പേഴ്സൺ എന്തോ പറഞ്ഞു, സംസാരത്തിൽ എന്തോ അവർ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ആവാം. എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി, അതുകൊണ്ട് ഇവിടെ ഒരു എൻഡിങ്ങിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താ, ഇപ്പോൾ എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് തീരുമാനം നിങ്ങൾ എടുത്തിട്ടില്ല ഇതുവരെ എന്താ ഇപ്പോൾ അടുത്തത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്താ വരാൻ പോണേ? ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരണത് ഒരു സെലിബ്രേഷൻ ആണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ പ്രോബ്ലം ഉണ്ടെച്ചാൽ ഞാൻ കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ റീകൺസൈൽ ചെയ്യും ഈ പേഴ്സൻ്റെ കൂടെ. കുറേ ഇംബാലൻസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കാണുന്നത് ഇവിടെ ഒരു ഇംബാലൻസ്ഡ് സിറ്റുവേഷനാണ്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കുറേ ഒരു സ്റ്റാഗ്നൻറ്റ് ഫേസിൽ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. ഫ്യൂച്ചറിലും ഒരു സ്റ്റാഗ്നൻസി പോലെ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ വേണ്ടത്, ഇത് ഞാൻ ചെയ്യണത് ശരിയാണോ. കുറേ ഓപ്ഷൻസ് ചോയ്സസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കുറച്ചുകൂടിയും സമയം എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങൾ ഷുവർ അല്ല വെച്ചാൽ ക്ലാരിറ്റി ഇല്ലാണ്ട് ഒരു ഡെസിഷൻ എടുക്കരുത്. കുറച്ചുകൂടിയും റീസേർച്ച് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് അല്ല. യൂണിവേഴ്സ് പറയണത് കുറേ ഓവർ തിങ്കിങ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട് ഫ്യൂച്ചറിലും. അപ്പോൾ അതൊക്കെ കുറച്ച്
കൺട്രോളിൽ വെക്കുക. എന്താ വെച്ചാൽ കുറേ ആങ്സൈറ്റി ആയാലും അത് ശരിയല്ല, നിങ്ങളുടെ ഹെൽത്തിനും അത് എവിടെയോ എഫക്റ്റ് ചെയ്യും. പക്ഷെ ഞാനിവിടെ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. ഒരു ജോലിയുടെ ഓഫർ ആവാം, അതല്ല വെച്ചാൽ വേറെ ആരോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓഫർ ആവാം. ഓക്കെ, ആരോ ഇൻവെസ്റ്റ് ചെയ്യണോ, അതല്ല വെച്ചാൽ നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങണോ, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ആവാം. ഇല്ല വെച്ചാൽ ഇതൊരു പുതിയ ജോലി വരണോ, അങ്ങനത്തെ എന്തോ ഒരു സ്റ്റേബിൾ ഓഫറാണ് ഇത്. അപ്പോൾ ആ വരാൻ പോണ ഓഫർ നല്ല ഓഫർ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ചില ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. പക്ഷേ കുറച്ച് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ആ ഓഫേഴ്സിൽ ഏതോ ഒരു ഓഫർ നിങ്ങൾക്ക് നല്ല സ്റ്റേബിലിറ്റി കൊണ്ടുവരുന്ന ഓഫറാണ്, അതിനെ മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ് പറയണത് യെസ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ യെസിൻ്റെ കൺഫർമേഷൻ വന്നിരിക്കുന്നു. ആദ്യം നമ്മൾക്കൊരു കാർഡ് എടുക്കാം. ഓപ്പർച്യൂണിറ്റി. അപ്പം ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അപ്പോൾ അതിനെ നോ എന്ന് പറയരുത്, യെസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന്. പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എല്ലാം 3 സിറ്റുവേഷൻസ് റെസൊനേറ്റ് ആവുണ്ട വെച്ചാൽ അത് കമൻസിൽ എഴുതി പറയുക. ഇല്ല വെച്ചാൽ ഏത് സിറ്റുവേഷനാണ് കൂടുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ അത് കമൻസിൽ പറയുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.